എല്ലാവർക്കും നമസ്കാരം. ഞാൻ ബ്രൈറ്റ്. ഈ കേരളം ഓൺലൈൻ സർവീസിലേക്ക് സ്വാഗതം. PM കിസാൻ ആനുകൂല്യം ലഭിച്ചുകൊണ്ടിരിക്കുന്നവർ PM കിസാൻ്റെ തന്നെ മൊബൈൽ ആപ്പ് ഉപയോഗിച്ച് KYC ചെയ്തിട്ടുണ്ടോ എന്ന് ഉറപ്പുവരുത്തേണ്ടുന്നതുകൊണ്ട് ഇതെങ്ങനെയെന്നാണ് ഇവിടെ നോക്കുന്നത്. ഇങ്ങനെ PM കിസാൻ മൊബൈൽ ആപ്പിൽ ലോഗിൻ ചെയ്ത് KYC ചെയ്യാത്തവർക്ക് ചെയ്യാനും ചെയ്തിട്ടുള്ളവർക്ക് അതിൻ്റെ സ്റ്റാറ്റസ് പരിശോധിച്ച് ചെയ്തോ എന്ന് ഉറപ്പിക്കാനും സാധിക്കും. ഇത്തരത്തിൽ PM കിസാനുമായി ബന്ധപ്പെട്ട വാർത്തകളും വിശകലനങ്ങളും ഓൺലൈൻ വീഡിയോകളും യഥാസമയം ലഭിക്കുന്നതിന് നിങ്ങളിതുവരെയും ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ദയവായി ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കുക. ഇതിനായി മൊബൈലിൽ പ്ലേ സ്റ്റോർ എടുത്ത ശേഷം PM കിസാൻ GOI ഗവൺമെൻറ് ഓഫ് ഇന്ത്യ എന്നാണ് GOL എന്ന് കൊടുത്തിരിക്കുന്നതായിട്ട് നമുക്ക് തോന്നും. പക്ഷേ GOI എന്നാണ്. ആ ഒരു ടൈപ്പ് ചെയ്ത് കൊടുത്ത് ഈ ഒരു ആപ്പ് എടുക്കണം. എന്നിട്ട് ഇത് ഇൻസ്റ്റാൾ ചെയ്യേണ്ടുന്നതുണ്ട്. ഞാനിവിടെ ഇൻസ്റ്റാൾ ചെയ്തിട്ടുണ്ട്, അതുകൊണ്ട് ഓപ്പൺ ചെയ്യുകയാണ്. തുടർന്ന് മൊബൈലിലെ പോപ്പപ്പ് ഒക്കെ അലോ ചെയ്ത് കൊടുക്കണം. അതിനുശേഷം വരുന്ന പേജിൽ താഴെയായിട്ട് വലത് സൈഡിൽ നമുക്ക് നെക്സ്റ്റ് എന്ന് കാണാം. അവിടെ പ്രസ് ചെയ്ത് മുന്നോട്ട് പോവുകയാണ് ചെയ്യേണ്ടത്. മൊബൈലിലെ ലൊക്കേഷനൊക്കെ ഓൺ ചെയ്ത് വെച്ചിട്ട് വേണം ഇത് ചെയ്യാൻ. ഇടയ്ക്ക് ആക്സസ് ഡിനൈഡ് എന്നൊക്കെ കാണിക്കും. ഓക്കെ കൊടുത്ത് നിങ്ങൾ ഒന്നുകൂടി എടുത്ത് വന്നാൽ മതി, ഓക്കെ ആയിക്കൊള്ളും. അതിനുശേഷം നെക്സ്റ്റ് കൊടുത്തു കഴിഞ്ഞാൽ അവിടെ നമുക്ക് ലാംഗ്വേജ് സെലക്ട് ചെയ്യാനുള്ള ഓപ്ഷനാണ്. ഇംഗ്ലീഷ് കൊടുത്ത് താഴെ സബ്മിറ്റ് കൊടുക്കാവുന്നതാണ്. ഇംഗ്ലീഷ് നേർക്കുള്ള റൗണ്ട് എനേബിൾ ചെയ്ത് സബ്മിറ്റ് കൊടുക്കാം. തുടർന്ന് വരുന്ന പേജിൽ നമുക്കവിടെ ലോഗിൻ എന്ന് കാണാം. അവിടെ പ്രസ് ചെയ്ത് മുന്നോട്ട് പോകണം. തുടർന്ന് അവിടെ സെലക്റ്റിൽ പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ നമുക്ക് സ്റ്റേറ്റ് ഒഫീഷ്യൽ ബെനിഫിഷ്യറി അങ്ങനെ കുറേ ലിങ്കുകൾ കൊടുത്തിരിക്കുന്നത് കാണാം. ഇതിൽ ബെനിഫിഷ്യറി നമ്മൾ സെലക്ട് ചെയ്യണം. ശേഷം വരുന്ന പേജിൽ രജിസ്ട്രേഷൻ ID, ആധാർ നമ്പർ, 2 ഓപ്ഷൻസ് കാണാം. നമ്മളിവിടെ ആധാറിന് നേർക്കുള്ള റൗണ്ട് എനേബിൾ ചെയ്തതിന് ശേഷം നമ്മൾ PM കിസാനിൽ രജിസ്റ്റർ ചെയ്തിട്ടുള്ള മൊബൈലും ആധാറുമായിട്ടൊക്കെ ലിങ്ക് ചെയ്തിട്ടുള്ള ആ ആധാറിൻ്റെ നമ്പർ അവിടെ ടൈപ്പ് ചെയ്ത് കൊടുക്കുകയാണ് വേണ്ടുന്നത്. തുടർന്ന് നമുക്ക് താഴെയായി ഫേഷ്യൽ KYC ലോഗിൻ എന്ന് കാണാം. അവിടെ പ്രസ് ചെയ്ത് മുന്നോട്ട് പോകണം. അതിനുശേഷം നമുക്ക് ഒരു പോപ്പപ്പ് വിൻഡോ വരും. അവിടെ നമ്മൾ ചെക്ക് ബോക്സിൽ ടിക്ക് മാർക്ക് കൊടുത്ത് സ്കാൻ ഫേസ് എന്നുള്ള ലിങ്കിൽ പ്രസ് ചെയ്ത് മുന്നോട്ട് പോവുകയാണ് ചെയ്യേണ്ടുന്നത്. പക്ഷേ ഇവിടെ ഒരു പ്രശ്നമുള്ളത്, നമ്മളിവിടെ ആധാർ ഫേസ് RD എന്നൊരു മൊബൈൽ ആപ്ലിക്കേഷനും കൂടി ഇതിനോടൊപ്പം ഇൻസ്റ്റാൾ ചെയ്ത് വെക്കേണ്ടതുകൊണ്ട് വീണ്ടും പ്ലേ സ്റ്റോർ എടുത്ത് ഇവിടെ കാണുന്ന പോലെ ആധാർ ഫേസ് RD എന്ന് ടൈപ്പ് ചെയ്താൽ ഈ ഒരു ആപ്പ് നമുക്ക് ലഭ്യമാകും. ഇത് നമ്മൾ ഇൻസ്റ്റാൾ ചെയ്താൽ മാത്രം മതി, ഓപ്പൺ ചെയ്യേണ്ടുന്നതൊന്നും ആവശ്യമില്ല. അതല്ലെങ്കിൽ ഈ ആധാർ ഫേസ് RD ആദ്യം തന്നെ ഇൻസ്റ്റാൾ ചെയ്തിട്ട് KYC ചെയ്യുവാൻ ആരംഭിക്കുകയും ചെയ്യാം. ഇങ്ങനെ ഒരു സ്റ്റേജിലെത്തിയാൽ മാത്രം മതി. ഞാൻ വീണ്ടും PM കിസാൻ ആപ്പിൽ എത്തിച്ചേർന്നിരിക്കുകയാണ്. ഇവിടെ ഫേസ് സ്കാൻ കൊടുത്ത് മുന്നോട്ട് പോവുകയാണ്. അതിനുശേഷം നമ്മൾ മൊബൈലിലെ പോപ്പപ്പ് ഒക്കെ അലോ ചെയ്ത് കൊടുക്കണം. തുടർന്ന് നമ്മളുടെ ഫേസാണ് സ്കാൻ ചെയ്യുന്നത്. നമ്മൾ നേരത്തെയൊക്കെ ചെയ്തിട്ടുള്ളതാണ്. ഇവിടെ കുറേ കണ്ടീഷൻസ് വരും. അവിടെ ടിക്ക് മാർക്ക് വരുത്തി പ്രൊസീഡ് കൊടുത്ത് മുന്നോട്ട് പോകണം. തുടർന്ന് ഈ PM കിസാൻ ഗുണഭോക്താവ് അല്ലെങ്കിൽ ഈ ആധാറിൻ്റെ ഉടമയുടെ ഫേസ് ആ റൗണ്ടിൽ നിറഞ്ഞു നിൽക്കത്തക്കവണ്ണം കൊണ്ടുവരണം. എന്നിട്ട് കണ്ണ് ചിമ്മി കൊടുക്കണം. അവിടെ ഗ്രീനിഷായി വരും റൗണ്ടിൽ. അങ്ങനെ കണ്ണ് നല്ലപോലെ ചിമ്മി കൊടുത്താൽ മതി. ബ്ലിങ്ക് ചെയ്ത് കൊടുക്കണം. തുടർന്നത് ലോഗിൻ ആകുന്നതും നമുക്ക് കാണാം. നല്ല പ്രകാശമുള്ളിടത്ത് നിന്ന് വേണം ഇത് ചെയ്യാൻ. ഒരിക്കൽ ചെയ്ത് ഫെയിലിയർ ആയാൽ വീണ്ടും ആദ്യം ചെയ്തപോലെ ആധാർ നമ്പർ കൊടുത്ത് മുന്നോട്ട് വന്നാൽ മാത്രം മതിയാകും. ഇവിടെ ഇപ്പോൾ ലോഗിൻ ആയിട്ടുണ്ട്, അതുകൊണ്ടാണ് ലോഗൗട്ട് എന്ന് അവിടെ കാണിച്ചിരിക്കുന്നത്. ഇനി നമുക്ക് അപ്ഡേറ്റ് മൊബൈൽ നമ്പറിൽ പ്രസ് ചെയ്ത് KYC അല്ലെങ്കിൽ മൊബൈൽ നമ്പർ അപ്ഡേറ്റ് ചെയ്യാനായിട്ട് മുന്നോട്ട് പോകാം. തുടർന്ന് ഇപ്പോൾ ലോഗിൻ ചെയ്ത PM കിസാൻ ഗുണഭോക്താവിൻ്റെ ആധാർ നമ്പർ അവിടെ ടൈപ്പ് ചെയ്ത് കൊടുത്ത് സെർച്ച് കൊടുത്ത് മുന്നോട്ട് പോകണം. ശേഷം വരുന്ന പേജിൽ PM കിസാൻ ഗുണഭോക്താവിൻ്റെ ഡീറ്റെയിൽസ്, പേരും അതുപോലെ രജിസ്ട്രേഷൻ ID നമ്പർ കാണിക്കുന്നുണ്ട്. ഡേറ്റ് ഓഫ് ബർത്ത്, ആധാറിൽ ലിങ്ക് ചെയ്തിരിക്കുന്ന മൊബൈൽ നമ്പർ, ആധാർ നമ്പറിൻ്റെ കുറച്ച് ഭാഗം കാണിക്കുന്നുണ്ട്. മുകളിൽ കൊടുത്ത ആധാർ നമ്പർ തന്നെയാണ് അവിടെ കാണിക്കുന്നത്. ഇനി ആ മൊബൈൽ നമ്പർ വീണ്ടും അവിടെ ടൈപ്പ് ചെയ്ത് കൊടുക്കണം. മുകളിൽ കാണിക്കുന്ന മൊബൈൽ നമ്പർ തന്നെ ടൈപ്പ് ചെയ്ത് കൊടുത്ത് ഗെറ്റ് OTPയിൽ പ്രസ് ചെയ്ത് കൊടുക്കുകയാണ് ചെയ്യേണ്ടുന്നത്. ഇവിടെ ഗിവൺ മൊബൈൽ നമ്പർ ഓൾറെഡി രജിസ്റ്റേർഡ് എന്നാണ് കാണിക്കുന്നത്. പുതിയൊരു നമ്പർ വേണമെങ്കിൽ കൊടുക്കാമെന്ന് പറയുന്നുണ്ടെങ്കിലും നിങ്ങൾ അങ്ങനെ കൊടുക്കരുത്. നിലവിലുള്ള നമ്പർ തന്നെ ഇപ്പോൾ രജിസ്റ്റേർഡ് ആയിട്ടുണ്ട്. ഈ ഒരു അക്കൗണ്ടിൽ KYC പ്രോസസ്സ് കംപ്ലീറ്റ് ആയിട്ടുണ്ട് എന്നിതിൽ നിന്ന് മനസ്സിലാക്കാം. ഓൾറെഡി രജിസ്റ്റേർഡ് എന്ന് കാണിക്കുന്നവർ ഇനി ഒന്നും ചെയ്യേണ്ട ആവശ്യമില്ല. ഇനി ഇതുവരെയും KYC ചെയ്യാത്തവർക്ക് നമ്മൾ ആദ്യം ചെയ്തതുപോലെ ഫേസ് RD ഉപയോഗിച്ച് ഫേഷ്യൽ റെക്കഗ്നിഷൻ നടത്തി ഫേസ് സ്കാൻ ഉപയോഗിച്ച് ഫേസ് സ്കാൻ ചെയ്ത് ആണ് KYC ചെയ്യേണ്ടുന്നത്. ഫേസ് സ്കാൻ ചെയ്യാനുള്ള ലിങ്കുകൾ നിങ്ങൾക്ക് ഇവിടെ തന്നെ ലഭ്യമാകും. അത് അനുസരിച്ച് ആദ്യം ചെയ്തതുപോലെ ചെയ്യുകയും ചെയ്യാവുന്നതാണ്. ഇതോടെ ഈ ഒരു വീഡിയോ ഇവിടെ പൂർണ്ണമാവുകയാണ്. താങ്ക് യു ഫോർ വാച്ചിങ് വീഡിയോ.